ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു കടലക്കറി തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയുമായാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണിത്. ഇതിനായി ഞാനിവിടെ ഒരു കപ്പ് അളവിൽ കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്കിത് കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ പ്രഷർ കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടല നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 അല്ലെങ്കിൽ 5 വിസിൽ വരുന്ന സമയം കൊണ്ട് കടലയെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. പിന്നീട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നല്ല പൊടിയായിട്ട് തന്നെയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനിതൊരു ചോപ്പറിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഈ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയം വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത് നമുക്കൊന്നുകൂടെ വഴറ്റിയതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമാണ് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 മുളക് വരെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായി ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വന്നതിന് ശേഷം പ്രഷർ കുക്കറിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ പ്രഷറെല്ലാം പോയതിന് ശേഷം ഇവിടെ ഞാൻ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ തക്കാളിയെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് തക്കാളിയുടെ ആ തൊലി നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. പിന്നീട് നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം ഈ പൊട്ടറ്റോയും അതുപോലെ തന്നെ തക്കാളിയും ഞാനിവിടെ ഒരു ഹാൻഡ് ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബ്ലെൻഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാർ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡർ വേണമെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് ബ്ലെൻഡ് ചെയ്തെടുത്ത സമയം കൊണ്ട് നമ്മുടെ മസാലയെല്ലാം ആവശ്യത്തിന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ബ്ലെൻഡറിനകത്തേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടലയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളവന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കടല ചേർത്ത് കൊടുക്കണം. പിന്നീട് കടല വെള്ളത്തോട് കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കടല ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കി വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറിയിലേക്ക് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിന് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നീട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങയോ അതോ ക്രീമോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയ കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിതിവിടെ പൂരിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ട്രൈ ചെയ്ത് നോക്കുക.